ഇപ്പൊ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് രോഗികൾ വന്ന് പറയുന്ന കംപ്ലൈന്റ്, പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ആളുകൾ വന്ന് പറയുന്ന കംപ്ലൈന്റിന്റെ രീതി മാറിയിട്ടുണ്ട്. സാധാരണ ആളുകൾ വന്ന് പറയും, സാറേ എനിക്ക് തലവേദനയുണ്ട്, നെഞ്ചുവേദനയുണ്ട്, വയറുവേദനയുണ്ട്, അല്ലെങ്കിൽ കാലിന് തന്നെ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് അതെന്താന്നുള്ളത് പരിശോധിച്ച് അതിനുള്ള മരുന്ന് വേണമെന്നാ പറയാം. ഇപ്പൊ രോഗികൾ അതല്ല പറയാം, സാറേ എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല സാറേ, നെഞ്ചുവേദനയാണോ ഇനി വയറിനാണോ പ്രശ്നം, സാറേ മാസകളും വേദനയാണ്, ക്ഷീണാണ്, ഒന്നിന് കഴിയുന്നില്ല, ഒരു ഉഷാറില്ല, എന്താണ് എനിക്ക് പറ്റിയെന്ന് അറിയില്ല സാറേ, ഷുഗർ കൊളസ്ട്രോൾ ഒക്കെ സാറ് നോക്കിക്കോ, എനിക്ക് നെഞ്ചുവേദനയാണെന്ന് അറിയില്ല, എന്താണ് ECG വേണമെങ്കിൽ എടുത്തോളി, എന്താ അറിയില്ല സാറേ ഒന്ന് പരിശോധിച്ചിട്ട് നോക്കണം എന്ന് പറയുമ്പോൾ, നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ എന്താണ് രോഗിയുടെ അവസ്ഥ എന്ന് നമ്മൾ വിശദമായിട്ട് നോക്കണം. ഇപ്പം എല്ലാ നിലക്കും പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത്, സാധാരണ ചൂടുകാലം വന്നാൽ പേപ്പറിൽ വരും ഇത്ര ആളുകൾ ചൂട് കാരണം സൂര്യതാപം ഏറ്റ ആശുപത്രിയിലായി, തൊലിയിൽ പൊള്ളലേറ്റു എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ ഇപ്രാവശ്യം ചൂടുണ്ടെങ്കിൽ ആളുകൾക്ക് എന്താണെന്ന് മനസ്സിലാവാത്തൊരവസ്ഥയാണ്. അങ്ങനത്തെ ചൂടാണ്. അതായത് എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല. ആളുകൾ ഈ പ്രയാസം ചൂട് കാരണമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനുള്ള പോംവഴി ആളുകൾ തേടും. അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതായത് അത്രയും ക്ഷീണമാണ്. മാസകലം ക്ഷീണം, വേദന, മേലുവേദന, ഭക്ഷണം വേണ്ടായിക, പിന്നെ നെഞ്ചിൽ പ്രയാസം, മൂത്രം അളവ് കുറവ്, മൂത്രമൊഴിക്കുമ്പോൾ വേദന, മൊത്തത്തിലൊരു ക്ഷീണമാണ് പറയുന്നത്. അപ്പൊ ആളുകൾക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ആളുകളെ പരിശോധിച്ചിട്ട് അത് ചൂട് കൊണ്ടാണ്, അതിന് ഇന്ന കാര്യങ്ങൾ ചെയ്താൽ അതിന് നമുക്ക് തടയാമെന്ന് പറഞ്ഞാൽ അവർക്ക് സമാധാനമാവുന്നുണ്ട്. അപ്പൊ അതില് ഈ ചൂടുകാലത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. പ്രത്യേകിച്ച് പ്രായമുള്ളവരെ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. ധാരാളം വെള്ളം കുടിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, പറ്റുമെങ്കിൽ ORS പൊടി വാങ്ങി കലക്കി കുടിക്കുക. അതിൽ ലവണങ്ങൾ ഉണ്ടാവും, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം. കാരണം ഈ ചൂട് കാരണം വിയർക്കുമ്പോൾ വിയർപ്പിലൂടെ വെള്ളം മാത്രമല്ല, അതിലൂടെ ഉപ്പ്, മറ്റു ലവണങ്ങൾ നഷ്ടപ്പെടും. ഈ ലവണങ്ങൾ തിരിച്ച് ശരീരത്തിലേക്ക് കിട്ടണമെങ്കിൽ ORS ലായനി കുടിക്കാവുന്നതാണ്, കരിക്കും വെള്ളം കുടിക്കാവുന്നതാണ്. അതുപോലെ ധാരാളം വെന്റിലേഷനുള്ള സ്ഥലത്ത് വേണം നിൽക്കാൻ. കാറ്റ് കിട്ടുന്ന, പിന്നെ പരമാവധി വീടിന്റെ മുകളിൽ ഷീറ്റോ അല്ലെങ്കിൽ പട്ടയോ ഒക്കെ ഇട്ടുകൊണ്ട് പരമാവധി ചൂട് കുറക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്യുക. ഇതിന്റെ കേരളത്തിലെ ചൂടിന്റെ കാഠിന്യം മനസ്സിലാവണമെങ്കിൽ റെക്കോർഡ് വൈദ്യുതി ചൂടിന്റെ കാഠിന്യം മനസ്സിലാവണമെങ്കിൽ ഇന്നത്തെ ന്യൂസ് നോക്കിയാൽ മതി. ഇന്നലെ മിഞ്ഞാന്നും റെക്കോർഡ് വൈദ്യുതി ഉപയോഗമാണ്. 6000 മെഗാവാട്ട് വൈദ്യുതിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം ഇത്തരം കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ.